ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഇവിടെ ഒരു അച്ചാറിടാൻ പോവാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ സുലഭമായി കിട്ടുന്ന ഒന്നാണല്ലോ റംബുട്ടാൻ. നമുക്ക് ഒരു റംബുട്ടാൻ അച്ചാർ തന്നെ അങ്ങ് ഇട്ടാലോ? ആദ്യം നമുക്ക് റംബുട്ടാൻ്റെ തൊലി കളഞ്ഞ് കുരുവൊക്കെ എടുക്കാം. നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്കും നല്ലെണ്ണയും കൂടി ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, കരിവേപ്പിലയൊക്കെ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കിതിലേക്കിട്ട് മൂപ്പിച്ച് എടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കായമാണല്ലോ അച്ചാറിന് മെയിൻ. ഉലുവ പൊട്ടിച്ച് ചേർത്തത് കൊണ്ടാണ് ഉലുവാപ്പൊടി നമ്മൾ ചേർക്കാതിരുന്നത്. ഇനി ഈ പൊടിയെല്ലാം കൂടി ഒന്നിട്ട് മൂപ്പിച്ച് നമുക്കൊന്ന് എടുക്കാം. ഈ പൊടിവർഗ്ഗമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വിനാഗിരിയും കൂടെ ചേർക്കാം. ഒരുപാട് വേണ്ട കേട്ടോ. അത് നമുക്കൊന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം റംബുട്ടാനും കൂടി ഇട്ട് ഇളക്കി ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. റംബുട്ടാൻ നന്നായി ആവി കയറി കഴിയുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ഒരു കുഴമ്പ് പരുവത്തിലാകും. 2 കരിവേപ്പിലത്തണ്ടും കൂടി വെച്ച് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റുക. ദേ നമ്മുടെ റംബുട്ടാൻ അച്ചാർ റെഡി. ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.